ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് മാജിക് സബ്സ്ട്രാക്ഷൻ ആണ് കേട്ടോ. മാജിക് സബ്സ്ട്രാക്ഷൻ. എന്താണ് മാജിക് സബ്സ്ട്രാക്ഷൻ? ഇത് എൻഡിങ് വിത്ത് സീറോ, പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ സീറോ വരുന്നത് അതിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 10, ലാസ്റ്റ് നമ്പർ സീറോ ആണല്ലോ. 10 മൈനസ് 8. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെ ചെയ്യാം? 10 ആകുമ്പോൾ ഇതിപ്പോൾ 10 ഡിജിറ്റ് ആയതുകൊണ്ട് 10 ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ 10ൽ നിന്ന് 8 മൈനസ് ചെയ്യുന്നത് നമുക്ക് 2 ആൻസർ കിട്ടുന്നു. ഓക്കെ, ഇത് നോർമൽ നമ്മുടെ മെത്തേഡ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇതിവിടെ നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ട്രിക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 മൈനസ് 8 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10ൽ നിന്ന് ഒന്ന് മൈനസ് 1 ചെയ്യും, 8ൽ നിന്ന് ഒന്ന് മൈനസ് 1 ചെയ്യും. സോ യുവർ ആൻസർ ഈസ് 9. ഇവിടെ 8 മൈനസ് 1 ഈസ് 7. സോ യുവർ ആൻസർ ഈസ് 2. ഓക്കെ, കണ്ട 2 കിട്ടി. ഇതിനിപ്പോൾ അടുത്ത നമ്പർ നോക്കിയാൽ 100 മൈനസ് 86 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് 1ൽ നിന്ന് ഒന്ന് ബോറോ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ 10 ആയി. പിന്നെ 10നെ ഒന്ന് ബോറോ ചെയ്ത് ഇങ്ങോട്ടായി. അപ്പോൾ അങ്ങനെ ബോറോ ചെയ്ത് പോകണം അല്ലേ. അതിന് പകരം ഇതേ ടെക്നിക്ക് യൂസ് ചെയ്യുക. അങ്ങനെ 100 മൈനസ് 1 ഈസ് 99. 86 മൈനസ് 1 ഈക്വൽ ടു 85. അപ്പോൾ ഇതിന് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാൻ ഈസി അല്ലേ. 9ൽ നിന്ന് 5 പോയാൽ 4, 9ൽ നിന്ന് 8 പോയാൽ 1. സോ യുവർ ആൻസർ ഈസ് 14. ഇതന്നെ വിചാരിച്ചു ഇനി 3 ഡിജിറ്റ് നമ്പർ ആണ്, 4 ഡിജിറ്റാണ്. ഫോർ എക്സാമ്പിൾ 1000, 1 2 3 1000. 1000 മൈനസ് 856 ഇങ്ങനെ ഒരു നമ്പറാണ് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? -1. അപ്പോൾ 1000 മൈനസ് 1 എന്ന് വെച്ചാൽ അതിൻ്റെ പ്രീവിയസ് നമ്പർ, ദാറ്റ് ഈസ് 999. 856ൻ്റെ 1 മൈനസ് ചെയ്താൽ 855. So what is the answer? 9 minus 5 is 4. 9 minus 5 is 4. 9 minus 8 is 1. So your answer is 144. ഇതന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യാണ് 6000 മൈനസ് 589. അപ്പോൾ നമ്മുടെ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ്? ഇവിടെ -1, ഇവിടെയും -1. അപ്പോൾ 6000 മൈനസ് 1 ഈസ് ഹൗ മച്ച്? 6000ൻ്റെ പിന്നിലത്തെ നമ്പറാണ് 5999. ഓക്കെ, 589ൻ്റെ -1 എത്രയാണ്? 588. അപ്പോൾ നമുക്കിപ്പോൾ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ ഈസിയാണ് അല്ലേ. 9 മൈനസ് 8 ഈസ് 1. 9 മൈനസ് 8 ഈസ് 1. 9 മൈനസ് 5 ഈസ് 4. 5 ഹിയർ. സോ യുവർ ആൻസർ ഈസ് 5411. മനസ്സിലായോ? എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്? പക്ഷേ ഇത് ഓൺലി നമ്പേഴ്സ് വിത്ത് എൻഡിങ് വിത്ത് സീറോ കേട്ടോ. ഇങ്ങനെ എൻഡിങ് വിത്ത് സീറോ നമ്പർ വരണമെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വേറൊരു ട്രിക്ക് ഇതാണ് പറയാം, നമ്മൾ ഡിജിറ്റ് സം മെത്തേഡ്. ഡിജിറ്റ് സം മെത്തേഡ്. ഓക്കെ, ഡിജിറ്റ് സം മെത്തേഡ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് 2 + 2 + 2 ഈക്വൽ ടു 6. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ 8 + 8 + 8 ഈക്വൽ ടു എത്രയായി? 8 + 8 is 16. 16 + 8 is 24. അപ്പോൾ ഇത് വീണ്ടും 2 ഡിജിറ്റ് ആയില്ല. അപ്പോൾ ഇതിനെ വീണ്ടും പ്ലസ് ചെയ്യുക. അപ്പോൾ 2 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ടോ അതിനെ പ്ലസ് ചെയ്ത് സിംഗിൾ ഡിജിറ്റ് ആക്കുക. അതിനാണ് നമ്മൾ പറഞ്ഞത് ഡിജിറ്റ് സം മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ സിംഗിൾ നമ്പർ ആക്കുമ്പോൾ നമുക്ക് അതിനെ വേറൊരു രൂപത്തിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചോ. ഒരു നമ്പറാണ് 302 മൾട്ടിപ്ലൈ ബൈ 121. വലിയ നമ്പറാണ്. ഓക്കെ, ഈ നമ്പറിനെ നമ്മൾ നോർമൽ നമ്മുടെ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ആൻസറാണെന്ന് വിചാരിച്ചോ 36542 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടിയത് നമ്മൾ നോർമൽ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ. പക്ഷേ ഈ ആൻസർ നമ്മുടെ കറക്റ്റ് ആണെന്ന് നമുക്ക് കോൺഫിഡൻറ്റ് ഇല്ല. അപ്പോൾ ഈ നമ്പർ കറക്റ്റ് ആണെന്ന് നമ്മൾ ചെക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഈ നമ്പർ ഉണ്ടല്ലോ 302, അപ്പോൾ അതാണ് 3 + 0 + 2 ദാറ്റ് ഈസ് 5. അടുത്ത താഴത്തെ നമ്പർ എത്രയാണ്? 1 + 2 + 1 ദാറ്റ് ഈസ് 1 + 2 3 + 1 is 4.
ഇനിയിപ്പോൾ ഈ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രണ്ട് നമ്പറിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 × 4 is 20. 20 വീണ്ടും 2 ഡിജിറ്റ് ആയില്ല. അപ്പോൾ ഇതിന് 2 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടിയ 2. ഇനി അതേ തന്നെ ഈ ഇവിടുത്തെ കിട്ടിയ ആൻസറില്ലേ ഇതിന് നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുക. ഈ 36542 കിട്ടിയതിന് ടോട്ടൽ ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 + 6 + 5 + 4 + 2. അപ്പോൾ ഇത് എത്ര വരിക? 3 + 6 is 9, 9 + 5 14 + 4 is 18 + 2 is 20. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇവിടെ കിട്ടും 20. അപ്പോൾ ഈ 20 വീണ്ടും എന്താണ്? 2 + 0 = 2. അപ്പോൾ ഇത് കണ്ട, ഇവിടെയും 2 വന്നു, ഇവിടെയും 2 വന്നു. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ കറക്റ്റാണെന്ന് അർത്ഥം. അപ്പോൾ സിമ്പിൾ വേ ആണ്, നമുക്ക് ക്രോസ് ചെക്കിങ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഇത്രയും വലിയ നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ ഇത്രയും സിമ്പിൾ രീതി കൊണ്ട് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കി നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണെന്നുള്ളത്. അതാണ് ഈ രീതി, ഡിജിറ്റ് സം മെത്തേഡ് എന്ന് പറയുന്നതിൻ്റെ രീതി. ഇനി നമുക്ക് വേറെ ഒന്നും കൂടി ചെയ്യാം കേട്ടോ. വലിയൊരു നമ്പർ എടുക്കാം. ഫോർ എക്സാമ്പിൾ 999816 × 7272235. ഇത്രയും വലിയ നമ്പറാണ് വിചാരിച്ചു. അപ്പോൾ ഇത്രയും വലിയ നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറേ സ്റ്റെപ്സ് വരും അല്ലേ. കുറേ സ്റ്റെപ്പ് വരുമ്പോൾ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ ഞാൻ കാൽക്കുലേറ്റർ കൊണ്ട് നോക്കുമ്പോൾ ആൻസറാണ് 7271118876 ഇത്രയും വലിയ ആൻസറാണ് കിട്ടിയത്. നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യാണ്ട് കൈ കൊണ്ട് നമ്മൾ നോർമലി മൾട്ടിപ്ലൈ ചേർക്കുമ്പോൾ ഇത്രയും വലിയ ആൻസറാണ് വരിക. പക്ഷേ വലിയ സ്റ്റെപ്പ് വരും. അപ്പോൾ അത് തെറ്റാണോ ഇല്ലയെന്ന് നമ്മൾ അറിയാനായിട്ട് സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ എല്ലാ നമ്പറിനും നമ്മൾ പ്ലസ് ചെയ്യുക. ഈ എല്ലാ നമ്പറിനും നമ്മൾ മേലെ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ചെയ്യുക. അപ്പോൾ എത്ര വരിക? 9 + 9 + 9 + 8 + 1 + 6 ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതേപോലെ തന്നെ ഈ താഴത്തെ നമ്പർ 7 + 2 + 7 + 2 + 3 + 5. അപ്പോൾ ഇതിനെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഈ നമ്പറിനെ എല്ലാത്തിനും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 42 കിട്ടി. ഇതിനെല്ലാതെയും കൂടി കൂട്ടുമ്പോൾ നമുക്കിവിടെ 26 കിട്ടി. അപ്പോൾ ഇത് 2 ഡിജിറ്റ് നമ്പറാണ്. 4 + 2 = 6. ഇത് 26 ആകുമ്പോൾ 2 + 6 = 8. ഇനി ഇതിനെ രണ്ടിനും നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 + 8 6 × 8 6 × 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും 48. വീണ്ടും ഇത് 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 4 + 8 = 12. വീണ്ടും 2 ഡിജിറ്റ് ആയപ്പോൾ 1 + 2 = 3. ഇതിപ്പോൾ ഇത്രയും വലിയ നമ്പർ ആയതുകൊണ്ടാണ് ഇത്രയും നമുക്ക് സ്റ്റെപ്പ് കാണാണ്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നമ്പർ ഇവിടെ ആൻസർ കിട്ടിയപ്പോൾ നമ്മൾ ഈ 42ന് നമ്മൾ 4 + 2 6, അതുപോലെ ഇവിടെ 26 കിട്ടിയതിന് 2 + 6 = 8. അപ്പോൾ ഈ 6 × 8 കിട്ടിയപ്പോൾ നമുക്ക് 48 ആയി. ആ ആൻസറിന് വീണ്ടും നമ്മൾ സിംഗിൾ ഡിജിറ്റ് ആക്കണം. സിംഗിൾ ഡിജിറ്റ് ആവുന്ന വരെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ആൻസർ ലാസ്റ്റ് ഇവിടെ കിട്ടി 3. അത് തന്നെ നമ്മൾ ഇവിടെ ഈ കിട്ടിയ ആൻസർ ഇല്ലേ ഇതിനെ മൊത്തം നമ്മൾ ടോട്ടൽ ചെയ്ത് പോകുമ്പോൾ ഇതേപോലെ സിംഗിൾ ഡിജിറ്റ് ആകുമ്പോൾ ഈ 3 ആൻസർ തന്നെയാവും ഇതിൻ്റെ ടോട്ടലും വരിക നമുക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്തത് കറക്റ്റാണെന്നുള്ളത്. ഇതൊരു മെത്തേഡാണ് നമ്മുടെ വേദിക് മാത്സിലെ. അപ്പോൾ ഇത്രയും വലിയ മാത്സ് നമുക്ക് ടോട്ടൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വരില്ല. പക്ഷേ അതിൻ്റെ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞതാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ നമ്പർ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ക്രോസ് ചെക്കിങ് ചെയ്ത് ഇതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാവുന്ന ഒരു രീതിയാണ് അവർ പറഞ്ഞു തന്നത്. ഓക്കെ, ഇതേ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ അഡീഷൻ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ 4444 + 444 വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ 4 + 4 is 8, 4 + 4 is 8, 4 + 4 is 8. ഇതാണ് ആൻസർ 8888. ഓക്കെ, ഇതിന് നമ്മുടെ അഡീഷൻ സിംഗിൾ ഡിജിറ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാവും? 4 + 4 + 4 ഇവിടെ എത്ര വരിക? 12. 12 എന്ന് വെച്ചാൽ 1 + 2 is 3. ഇതും 4 + 4 + 4 = 12. 12 എന്ന് വെച്ചാൽ 3. അപ്പോൾ 3 + 3 is 6. ഓക്കെ,
അതുതന്നെ ഇതും കൂട്ടി നോക്കിയാൽ 8 + 8 + 8 = 24. സോ 2 + 4 = 6. അപ്പോൾ ഇവിടെയും 6 കിട്ടി, ഇവിടെയും 6 കിട്ടി. ഓക്കെ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഈ 2 ഡിജിറ്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അഡീഷൻ വരുമ്പോൾ ഈ 2 നമ്പർ നമ്മൾ അഡീഷൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആൻസർ കണ്ടോ സെയിം. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും ഈ 2 നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണുള്ളത്. ഇതാണ് ഡിജിറ്റ്. പിന്നെ വേറൊരു സിമ്പിൾ വേറെ കാര്യം ഞാൻ പറഞ്ഞത്, സിംഗിൾ. ഇപ്പോൾ വലിയ നമ്പർ ഫോർ എക്സാമ്പിൾ 99816, ഈ നമ്പറിനെ ഒറ്റയടിക്ക് നമ്മൾ എല്ലാം കൂടി കൂട്ടി സിംഗിൾ ഡിജിറ്റ് ആക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ രീതി എങ്ങനെയാണ്? 9 + 9 + 8 + 1 + 6. ഇനി ഇതിനെല്ലാതും കൂടി കൂട്ടുമ്പോൾ ഒരു നമ്പർ കിട്ടും, ഒരു ആൻസർ കിട്ടും. പിന്നെ അതിന് വീണ്ടും ഡിജിറ്റ് ആക്കണം. അതിന് നല്ലത് സിമ്പിൾ മെത്തേഡ്. വേറെ സിമ്പിൾ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് എത്രയാണ്? 9. ഇത് കട്ടായി. ഇത് എത്രയാണ്? 9 കട്ടായി. ഈ 8 + 1 എത്രയാണ്? 9. അപ്പോൾ ഇത് രണ്ടും കട്ടായി. ബാക്കി എത്രയാണ് പെൻഡിങ്? 6. അപ്പോൾ ഈ നമ്പർ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുക 6 ആണ്. ഇതാണ് സിമ്പിൾ മെത്തേഡ്. ഓക്കെ. വേറൊരു എക്സാമ്പിളും കൂടി ചെയ്തുതരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 843216. അപ്പോൾ ഈ നമ്പറിനെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി സിംഗിൾ ഡിജിറ്റ് ആക്കണ്ടേ? അതിന് പകരം എന്ത് ചെയ്യണം? 8 + 1 = 9, 4 + 3 = 7, 7 + 2 = 9. അപ്പോൾ 9 വരുന്നതിന് കഴിഞ്ഞാൽ എല്ലാം കട്ട് ചെയ്താൽ ബാക്കി എത്ര കിട്ടി? 6. അപ്പോൾ ഈ എല്ലാ നമ്പറും കൂടി ടോട്ടൽ ചെയ്ത് അതിനെ സിംഗിൾ ഡിജിറ്റ് ആക്കിയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ ഇതേപോലെ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു നമ്പറിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാം. 9 ഏതൊക്കെ നമ്പറിനെ നമുക്ക് 9 ആക്കി എടുക്കാൻ പറ്റുമോ അതൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കി എന്താണോ കിട്ടുന്നത് അതായിരിക്കും അത്രയും വലിയ നമ്പറിനെ ആഡ് ചെയ്തിട്ട് സിംഗിൾ ഡിജിറ്റ് ആക്കി കിട്ടുന്ന നമ്പർ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഒന്നും കൂടി പറഞ്ഞുതരാം. 72549 ഇങ്ങനെ നമ്പറെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നമ്പറിനെ നമ്മൾ വീണ്ടും എല്ലാതും കൂടി കൂട്ടി ഒരു നമ്പർ കിട്ടും. പിന്നെ അതിന് വീണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ഡിജിറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സമയം പിടിക്കുമല്ലോ. അപ്പോൾ ഇത് എന്താ ചെയ്യുക? ഞാനിപ്പോൾ 7 + 2 = 9. അപ്പോൾ ഇത് കട്ട് ചെയ്തു. 5 + 4 = 9. ഇത് കട്ട് ചെയ്തു. ഈ 9 കട്ട് ചെയ്തു. ബാക്കി എന്താണ് വന്നത്? 1. അപ്പോൾ ഈ 1 ആയിരിക്കും നമ്മുടെ ഇത്രയും വലിയ നമ്പറിനെ നമ്മൾ ടോട്ടൽ ചെയ്ത് സിംഗിൾ ഡിജിറ്റ് ആക്കി വരുമ്പോൾ കിട്ടുന്ന ആൻസർ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു വണ്ടി പോവാണ്, ഒരു റോട്ടിൽ കൂടെ ഒരു വണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് നമുക്ക് ഒരു ഗെയിം കളിക്കുന്ന പോലെ ചെയ്യാം. ഇപ്പോൾ ഒരു വണ്ടി പോകുമ്പോൾ എല്ലാ വണ്ടിയും മേലും എന്തായാലും ഒരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു വണ്ടിയുടെ നമ്പറാണ് 6245 6345. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ടോട്ടൽ ചെയ്തിട്ട് ഇതിനെ സിംഗിൾ ഡിജിറ്റ് ആക്കാൻ പറയാണ്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യാം? 6 + 3 = 9, 9 + 4 = 13, 13 + 5 = 18, അഗെയിൻ 1 + 8 = 9. അപ്പോൾ ടൈം പോവാണ്. അപ്പോൾ നമുക്ക് എളുപ്പം എന്താണ്? നമ്മുടെ രീതി എങ്ങനെയാണ്? 6 + 3 = 9 കട്ടായി, 4 + 5 9 കട്ടായി. അപ്പോൾ 9 കട്ടായി. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എന്തായിരിക്കും? 9 തന്നെയായിരിക്കും അതിൻ്റെ. കാരണം വേറെ ഒന്നും ബാലൻസ് ഇല്ല, 0 ആണ് ബാലൻസ് വരുന്നത്. അപ്പോൾ 0 ബാലൻസ് വന്നാൽ അതിൻ്റെ അർത്ഥം 9 ആണ് അതിൻ്റെ ടോട്ടൽ. 4 നമ്പറിനും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് നമ്പർ. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇപ്പോൾ 8142 ഇതാണ് ഒരു വണ്ടിയുടെ നമ്പർ എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു 1 മിനിറ്റിൽ നിങ്ങൾ സിംഗിൾ ഡിജിറ്റ് ആക്കി പറയാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് 8 + 1 = 9, ബാക്കി 4 + 2 = 6. ഇനി വേറെ 9 ആക്കാനൊന്നും ഇല്ല അവിടെ. അപ്പോൾ 4 + 2 = 6. അപ്പോൾ 6 ആണ് നിങ്ങളുടെ സിംഗിൾ ഡിജിറ്റ് നമ്പർ. പറഞ്ഞാൽ ഈ 4 ഡിജിറ്റും കൂടി കൂട്ടി അതിനെ സിംഗിൾ ഡിജിറ്റ് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 6. ഇഷ്ടപ്പെട്ടോ? ഇതൊരു നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന വണ്ടി, നമ്മുടെ മുന്നിൽ ഏത് വണ്ടിയാണോ കാണുന്നത് അതിൻ്റെ നമ്പർ നോക്കുക. ആ നമ്പറിനെ പെട്ടെന്ന് ആഡ് ചെയ്തിട്ട് സിംഗിൾ ഡിജിറ്റ് ആക്കാൻ പറയാം. അപ്പോൾ ഈ ഐഡിയ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യാം.